കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക മേഖലയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ആകാശവാണി 75ാം വർഷത്തിലേക്ക് 1950 ഏപ്രിൽ 1-നാണ് ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ആരംഭിച്ചത്. ആകാശവാണി തിരുവനന്തപുരം നിലയം സ്ഥാപിതമാകുന്നത്. അതിനു മുൻപ് തിരുവിതാംകൂർ റേഡിയോ എന്ന മഹാരാജാവ് ചിത്രതിരുനാൾ മഹാരാജാവ് സ്ഥാപിച്ച റേഡിയോ നമുക്കുണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപേ ഉണ്ടായിരുന്ന ഇന്ത്യയിലുണ്ടായിരുന്ന റേഡിയോ സ്റ്റേഷൻസിൽ ഒരെണ്ണമായിരുന്നു ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ വർഷം ഏപ്രിൽ 1-ാം തീയതി വയലും വീടും കണ്ടതും കേട്ടതും ബാലലോകം, റേഡിയോ നാടകം, യുവവാണി, ചലച്ചിത്ര ഗാനങ്ങൾ, ചലച്ചിത്ര ശബ്ദരേഖകൾ തുടങ്ങി നിരവധി പരിപാടികൾ ആകാശവാണിയെ ജനപ്രിയമാക്കി. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വജ്ര ജൂബിലി ആഘോഷ പരിപാടികൾക്ക് നാളെ തുടക്കമാകും. ആകാശവാണി അങ്കണത്തിൽ നടക്കുന്ന പരിപാടികൾ പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ MG ശശിഭൂഷൺ മുഖ്യപ്രഭാഷണം നടത്തും.